Hi friends, welcome back to my channel Art with Satija. Here we will discuss all about art. ഇത് ചെറീസ് എങ്ങനെയാണ് ചെയ്യണമെന്നാണ് കേട്ടോ വരയ്ക്കുന്നത്. ഫസ്റ്റിൽ തന്നെ ആസ് യൂഷ്വൽ ഞാനെപ്പോഴും പറയാറുള്ള പോലെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് ശേഷം ഒരു ബേസിക് എങ്ങനെയാണ് പോകണമെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണത്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ കൂടുതൽ എനിക്ക് നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ അതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ബേസിക് സ്കെച്ച് വരച്ച് എനിക്കൊരു സ്കെച്ചിൻ്റെ ചെറിയ ബുക്കുണ്ട്, അതിൽ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യണത്. അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ചെറിയ വരച്ച ശേഷം അതിനകത്ത് ലൈറ്റ് റിഫ്ലക്സ് ചെയ്യുന്ന സ്ഥലമൊക്കെ ചെറുതായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കാണിക്കും. അതിനുശേഷം ഏത് സൈഡിലാണ് ഡാർക്ക് ഷെയ്ഡ് വരുന്നത്, അതിൻ്റെ എന്താ പറയുക, ഇങ്ങനെ ഞെട്ട് പോലത്തെ സംഗതിയിലെ അതൊക്കെ അതിന് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ഞാൻ വഴിയെ വരയ്ക്കുമ്പോഴത്തേക്കും കാണാം. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു സ്കെച്ചും ലീവ്സും ചെറിയും എല്ലാവർക്കും ചെറിയ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് ഭംഗിയായിട്ട് വരയ്ക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമ്മൾ സ്കെച്ച് ചെയ്ത് പ്രാക്ടീസ് കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഹൈലൈറ്റ്സ് നമ്മൾ അടയാളപ്പെടുത്തി, പിന്നെ ബേസിക് സ്കെച്ചും. ഇനി ഞാൻ അടുത്ത് നമുക്ക് വരയ്ക്കാനുള്ള പേപ്പർ എടുത്തു. പേപ്പർ 300 GSMൻ്റെ വാട്ടർ കളർ ചെയ്യാവുന്നൊരു നല്ല പേപ്പർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള സ്കെച്ച് ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് വരയ്ക്കും. ഇടയ്ക്ക് നമ്മൾ ട്രൈ പോകുന്നുണ്ട് കേട്ടോ, സോറി. അപ്പോൾ അതിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് എൻ്റെ സ്കെച്ചിങ് ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യം ചെയ്യണേ, നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണേ. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇത് ചെയ്യുക, ഇറേസ് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് ജസ്റ്റ് കാണാവുന്ന രീതിയിലേക്ക് മാത്രം മതി അതിൻ്റെ ഔട്ട്ലൈനർ. അതിനുശേഷം ഇതിനകത്ത് മെയിനായിട്ട് വേണ്ട ഏതൊക്കെ കളറാണെന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനൊന്നുകൂടി പറയാം. നമുക്ക് ബേസ് ചെറിയുടെ റെഡിൻ്റെ ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടതാണ് ക്രിംസൺ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ കാഡ്മിയം റെഡിൻ്റെ ഡീപ്പ് എന്ന് പറഞ്ഞൊരു കളർ കുറച്ചുകൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടൈനി ബിറ്റ് ബ്ലൂ കളർ, ഒരു അൾട്രാമെറിൻ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രഷ്യൻ കളേഴ്സും നമുക്ക് അതിനകത്ത് കുറച്ച് വേണ്ടി ആഡ് ചെയ്തായിട്ട് അതിൻ്റെ ഡാർക്ക് ഷെയ്ഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിതിപ്പോൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കളേഴ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതേപോലെ ഹൈലൈറ്റ്സിനും ലൈറ്റ് സൈഡിലും ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചെറുതായിട്ട് എന്താ പറയുക, ഒരു ഡൈല്യൂട്ടഡ് ആയിട്ടുള്ളൊരു പിങ്ക് കളർ വേണ്ട ആവശ്യമുണ്ട് ലൈറ്റ് ഷെയ്ഡിന്. പിന്നെ സം പോയിന്റിൽ നമുക്കൊരു ലൈറ്റ് യെല്ലോ, ബിറ്റ് യെല്ലോ നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. പിന്നെ ഷാഡോ പാർട്ട് നിങ്ങൾക്ക് ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് താഴെ കൊടുക്കണം, അല്ല ഒരു സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്കൊരു ബേൺ അമ്പർ യൂസ് ചെയ്യും. ഇതിന് ഡാർക്ക് കളർ കൊടുക്കാൻ വേണ്ടി ബേൺ അമ്പർ നല്ലതാണ്. ഒരു ഡീപ്പർ ഷാഡോ കൊടുക്കാനൊക്കെ ഒരു ബേൺ അമ്പർ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെയും നമുക്ക് ഷാഡോ ഏരിയാസ് ചെയ്യാം. പിന്നെ അതിനകത്തൊരു സ്റ്റെം കളറിന് നമുക്ക് കൊടുക്കേണ്ടത്
സാപ്പ് ഗ്രീനും ഇത്തിരി ബേൺഡ് അമ്പറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് കൊടുക്കുന്നത്. ഹൈലൈറ്റിൻ്റെ അവിടെ വേണമെങ്കിൽ നമുക്കൊരു ശകലം യെല്ലോയോ എന്തെങ്കിലും കുറച്ച് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് സാപ്പ് ഗ്രീനും ബേൺഡ് അമ്പറും കൂടി ചേർന്നൊരു കളറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലെയർ ബൈ ലെയറായിട്ട് നമുക്ക് റെഡ് ഗ്രാജുവലി അതിൻ്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കളർ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ഹൈലൈറ്റിൻ്റെ അവിടെയായിട്ട് നമ്മൾ വൈറ്റായിട്ട് തന്നെ വിടുക. പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് കളേഴ്സ് നമുക്കിതുപോലെ ബ്രഷ് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ നനച്ച് ഡ്രൈ ആക്കുക. അതിനുശേഷം അതിൻ്റെ അവിടെ നിന്ന് എക്സ്ട്രാ കളർ ഇങ്ങനെ കുറച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടി ഒരു ഹൈലൈറ്റ് എഫക്റ്റ് കിട്ടാൻ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ചെറീസും മൂക്ക് വരയ്ക്കാമേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ വരച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നല്ല നല്ല കമൻസും എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക് യു. ബൈ.